നമ്മളൊരു കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്, നമ്മൾ എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേക്ക് നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പൊ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ ഒന്നും നമ്മൾ കേക്ക് കഴിച്ചെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് അതിന്റെ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടണതില്ല. കാര്യം അതിൽ ധാരാളം പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. എന്നാൽ ചെറിയൊരു കേക്കിന്റെ കഷ്ണം നമ്മള് നിരന്തരമായിട്ട് ദിവസവും ഒരു 2 വർഷം കഴിച്ചു എന്ന് കരുതുക, തുടർച്ചയായിട്ട് 2 വർഷം കഴിച്ചു എന്ന് കരുതുക, എന്തായാലും അത് ഹെൽത്തിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ കാര്യം? അയാള് കേക്ക് കഴിക്കുന്ന കാര്യത്തിൽ കൺസിസ്റ്റൻസി ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്നാൽ ഈ കേക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിലോ അതിന്റെ ഒരു ഇഫക്റ്റിലേക്ക്, സൈഡ് എഫക്റ്റിലേക്ക് പോകണമെന്നില്ല. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരേ കാര്യം തുടർച്ചയായിട്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ്. അപ്പോ ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു റിസൾട്ടിലേക്ക് എത്തിക്കും. അത് പോസിറ്റീവുമാകാം, നെഗറ്റീവുമാവാം. ഇവിടെ ഈ ബിസിനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്ലാൻ പ്രസന്റേഷൻ എന്നുള്ള ഒരു കാര്യം, അവിടെ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഫോളോ അപ്പ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് തുടർച്ച നിർബന്ധമാണ്, അല്ലെ? പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്, അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന് ഫലം ലഭിക്കുകയുള്ളൂ. അപ്പൊ തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും പ്രകൃതിയിൽ ഒരു സമയവുമുണ്ട്. ഏതു കാര്യത്തിനും, എന്തിനും ഏതിനും ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിങ്ങിലൂടെ മാത്രമേ ഒരാൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഒരു വിത്ത് പാകുകയാണെന്ന് കരുതുക. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള പഴങ്ങൾക്ക്, പച്ചക്കറികൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിംഗ് ഉണ്ട്, പ്രകൃതിപരമായ ടൈമിംഗ് ഉണ്ട്, അല്ലെ? ഒരു മത്തന്റെ വിത്ത് മുളക്കുന്നതും, എന്നാൽ ഒരു നെല്ല് മുളക്കുന്നതും, എന്നാൽ ഒരു മാവിന്റെ തൈ മുളക്കുന്നതും വ്യത്യസ്തമായ ടൈമിങ്ങിലാണ്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചില പ്രവൃത്തികൾ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ജയിക്കുക എന്നുള്ളത് വ്യത്യസ്തമായ ടൈം ഫ്രെയിമിങ്ങിലാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മിനിമം ഒരു 5 വർഷമെങ്കിലും ചില പ്രത്യേക കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ചെയ്താൽ ഒരുപക്ഷെ നാളെ അതിന്റെ ഫലം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ 1, 2, 3 മാസം, ഒരു വർഷമൊക്കെ പലപ്പോഴും ആളുകൾ 1, 2 കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ആക്ച്വലി അവർ ചെയ്യുന്നതിന്റെ ഫലം ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും അവര് ക്വിറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 16-ാം തീയതിയുടെ പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് അതിന്റെ ടൈറ്റിൽ തന്നെ സാറ് കൊടുത്തിട്ടുള്ളത് ഇൻസൈറ്റ് എന്നാണ്. ഒരു 1 ഡേ പ്രോഗ്രാമില് നമുക്ക് കിട്ടുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻസൈറ്റുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ഇൻസൈറ്റ് ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മളാവുകയും നമ്മ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഇൻസൈറ്റ് ലഭിക്കുമ്പോഴുമാണ് ആക്ച്വലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും പേഴ്സിസ്റ്റൻസിയിലൂടെ നമുക്ക് വിജയിക്കാനും സാധിക്കുക. ഇത് വലിയൊരു ഒരു നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് ഈ കൺസിസ്റ്റൻസി? എന്താണ് പേഴ്സിസ്റ്റൻസ്? ഇപ്പോ നമുക്ക് പലപ്പോഴും
പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാര്യം ഇവിടെ ഒരാള് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്ന് അദ്ദേഹത്തിന് വേണ്ടുന്ന ടീച്ചിങ്സ് കൊടുത്ത് അദ്ദേഹത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഓരോ സമയങ്ങളിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടേണ്ടുന്ന അറിവുകൾ പകർന്നു നൽകി ആ അറിവുകളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരു പരിധി വരെ അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് 100% അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ലോങ് ടേമിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൽ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുള്ള കാര്യം. ലോങ് ടേമിലാണ് അതിന്റെ ഉപയോഗം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുക. ഇപ്പൊ നമുക്കറിയാം, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അതിന്റെ സൈഡ് എഫക്ട് നമുക്ക് കിട്ടണമെന്നില്ല. എന്നാൽ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട് കിട്ടും. അതേപോലെ സൈഡ് എഫക്ട് ആയാലും, സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പോസിറ്റീവായിട്ടുള്ള ചില റിസൾട്ടുകൾക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതിനേക്കാളും സമയം ആവശ്യമുണ്ട്. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിനേക്കാളും സമയം ആവശ്യമുണ്ടാകും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു ബിസിനസ് അവസരത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അതിനിടക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു സമയത്ത് അത് ഫ്ലറിഷ് ആകും. ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എനർജി നമുക്ക് വലിയ അർത്ഥത്തിലുള്ള റിസൾട്ട് തരും. ഇപ്പൊ നമ്മോട് പറയുന്നത്, നമുക്ക് ഒരു ദിവസം 3-4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്കെങ്കിലും, മിനിമം 3 പേർക്കെങ്കിലും പ്ലാൻ പ്രസന്റേഷൻ നൽകണമെന്നാ പറയുന്നത്. ഈ പ്ലാൻ പ്രസന്റേഷൻ നൽകുന്നതിൽ കൺസിസ്റ്റൻസി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നൊരാളോട് 2 പറഞ്ഞു അവര് ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ പാടില്ല. നമ്മൾ അതിലൊരു എക്സ്പെർട്ടൈസിലേക്ക് വരാനുണ്ട്. നമുക്ക് നിരന്തരമായി ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിലേക്ക് എത്തും. അതുകൊണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാനുള്ള കാര്യം, എന്താണോ നമ്മളോട് ലീഡേഴ്സ് എന്ത് ചെയ്യണമെന്നാണോ പറയുന്നത്, അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ വിജയിക്കുന്നതിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യം ഇന്ന് ചെയ്ത് ഇന്ന് തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. കാര്യം നമ്മളോട് എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, കുറെ ദിവസമായാലും 2 മാസമായാലും നിരന്തരം പ്രോഗ്രാമുകൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്ത് കിട്ടി എന്ന് ചോദിക്കാറുണ്ട്. ആ എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നതിന്റെ സൊസൈറ്റിയുടെ ആ ക്വസ്റ്റ്യന്റെ കാരണം അവർക്കിതൊന്നും അറിയാത്തതാണ്. നമുക്ക് അത് അറിയാതെ പക്ഷെ ക്വിറ്റാവേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വിജയം സുനിശ്ചിതമാണ്. അതിലൊരു തർക്കവുമില്ല. വിജയം സുനിശ്ചിതമാണ്. പക്ഷെ വിജയം സുനിശ്ചിതമാകണമെങ്കിൽ, ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നിരന്തരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് വേറെ ആരെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല. ലീഡേഴ്സിന് ഒരു പക്ഷെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹെൽപ്പും കോച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് വേണ്ടി ഒരു പ്രസന്റേഷൻ ഒരു ലീഡർ ചെയ്ത് തന്നേക്കാം, അതൊരു ഹെൽപ്പാണ് അല്ലെ. നമുക്ക് വേണ്ടി പ്രോഡക്റ്റ് എടുക്കുന്നതിന് ഒരു പക്ഷെ നമ്മുടെ ഓർഡർ ഫോം ഒരു പക്ഷെ ലീഡർ പൂരിപ്പിച്ച് തന്നിട്ടുണ്ടാകും അല്ലെ. ഒരു പക്ഷെ പ്രോഡക്റ്റ് PUCയിൽ നിന്നും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മൾ ടീമിലുള്ള പല ആളുകൾക്കും ഒരു പക്ഷെ ലീഡേഴ്സ് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാകും, പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ടാകും. നമ്മുടെ ടീമിൽ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ലീഡേഴ്സ് തന്നെ ഒരു പക്ഷെ അവരെ പ്രോഗ്രാമിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ടാകും. ഇത് ഹെൽപ്പിംഗ് ആണ്. ഈ ഹെൽപ്പ് കൊണ്ട് മാത്രം ഒരാൾ ഇതിൽ വിജയിക്കണമെന്നില്ല. ഈ ഹെൽപ്പ് കിട്ടിയത് കൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല. എന്നാൽ ഈ ആളുകളെ
സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ കഴിവിനെ അവർക്ക് പുറത്തെടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോച്ചിങ് എന്ന് പറയുന്നത് കഴിവുകളെ ഉള്ളിലുള്ള ആളുകൾ, ചില നല്ല കഴിവുണ്ട്, പക്ഷെ അവർക്കൊരു അവസരം ഇല്ലാത്തത് കാരണം ആ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കണമെന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു വിൻ വിൻ പ്രോസസ്സാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആ ഹെൽപ്പിൽ മാത്രം നിന്നാലും നടക്കില്ല. സെയിം ടൈമില് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളെ പതുക്കെ 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 അവരുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്തെടുക്കുവാനും നമുക്ക് കഴിയണം. ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇതൊക്കെ ഇതിലുണ്ട് എന്ന് മനസ്സിലാകാതെ പോകുന്ന സമയത്ത്, ഞാനൊരു പ്ലാൻ പ്രസന്റേഷൻ എന്നെ വിളിച്ചിട്ട് അയാൾ വന്നില്ല, എനിക്ക് വേണ്ടി ഇദ്ദേഹം വന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടാവുകയും അങ്ങനെ ഇതിൽ നിന്ന് കിറ്റടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു വൺ ഡേ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെയിനിങ് മാത്രമല്ല, ഒരു ടീച്ചിങ് മാത്രമല്ല, ഒരു കോച്ചിങ് മാത്രമല്ല, എല്ലാം അനുഭവത്തിലൂടെ എക്സ്പീരിയൻസിലൂടെ നേടിയിട്ടുള്ള നമ്മുടെ മുബീൻ സാറുടെ ഒരു ദിവസം, ഇനി അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സദസ്സിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സദസ്സിൽ നമ്മൾ ഉണ്ടാവുക, അദ്ദേഹത്തൊന്ന് കാണുക. ഇനി അദ്ദേഹം ടീച്ചിങ്ങും കോച്ചിങ്ങും ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും ആ ഒരു ക്ലാസ്സിൽ, ആ ഒരു ഹാളിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അവിടെ നമുക്ക് ഒരു ഓൾ റൗണ്ടറെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും അദ്ദേഹം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ടോപ്പ് ഏണറായിട്ട് സാറിന് മാറാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ആരെങ്കിലും നമ്മളെ ടീമിൽ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാതെ നിൽക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ആ ബെറി സ്റ്റാർ എന്നുള്ള അല്ലെങ്കിൽ 25,000 BV മാച്ച് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അവിടെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ BV മാച്ച് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്തേക്കുക. ഇന്ന് ക്ലോസിംഗ് ഡേ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് തന്നെ അത് ചെയ്തേക്കുക. ഇനി ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തേക്കുക. അവരെല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് ഡയമണ്ട് ഹാളിൽ 16-ാം തീയതി മീറ്റ് ചെയ്യണം. മുബീൻ സാർ പോലെയുള്ള ഒരാളുടെ സാന്നിധ്യം നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുണ്ടാകും, ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ടാകും, ആവേശം കൊള്ളിക്കുന്നുണ്ടാകും, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകും, നമുക്കൊരു ഉൾക്കാഴ്ച തരുന്നുണ്ടാകും, നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ, ഡ്രീം സെറ്റ് ചെയ്യാൻ എല്ലാത്തിനും സഹായകമാകുന്നുണ്ടാകും. സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എങ്ങനെ ഒരു ലീഡർ ആകണം എന്നുള്ളതിനുള്ള ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എങ്ങനെ മികച്ച പ്രോസ്പെക്ടിങ് നടത്തണം എന്നുള്ളതിന്റെ ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതിന്റെ ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ഇൻസൈറ്റുകൾ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ഏണേഴ്സ് ആയിട്ട് എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അൽത്താഫ് സാർ അടങ്ങുന്ന വലിയൊരു ടീമുണ്ട്. അതേപോലെ തന്നെ എന്റെ ധാരാളം അസോസിയേറ്റ്സ്, ലവ് ലൈൻസ് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇൻസൈറ്റിൽ ഒരുമിക്കാം. നമുക്കൊരു ഇൻസൈറ്റ് വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻസൈറ്റ് കൊടുക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, സി യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.